രണ്ടാം സ്ഥാനക്കാർക്കുള്ള സമ്മാനം അഞ്ചാം സ്ഥാനക്കാർക്ക് കൊടുത്താൽ എങ്ങനെയുണ്ടാകും? എറണാകുളം സബ് ജില്ലാ കലോത്സവത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു വിവാദം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സർക്കാർ UP സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് പരാതിക്കാർ. അർഹതപ്പെട്ട സമ്മാനം സ്വന്തം സ്കൂളിലെത്തിക്കാൻ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇവർ. എയ്ഡഡ് സ്കൂളുകൾ പണം വാരിയെറിഞ്ഞ് മത്സരിക്കുന്ന കലാമേളയിലാണ് ഒരു കൂട്ടം അധ്യാപകരുടെയും PTA-യുടെയും പിന്തുണയുമായി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഗവൺമെന്റ് UP സ്കൂളിലെ പെൺകുട്ടികൾ എത്തിയത്. പണം വാരിയെറിഞ്ഞ് വന്ന സ്കൂളുകളോട് കുട്ടികൾ തലയുയർത്തി നിന്ന് സ്റ്റേജിൽ മത്സരിച്ചു. പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തി. ഒരു സർക്കാർ സ്കൂൾ നേടിയ നേട്ടത്തിൽ രക്ഷിതാക്കളും ടീച്ചർമാരുമടക്കം സന്തോഷിച്ചു. ട്രോഫി സ്കൂളിലെത്തിക്കുമെന്ന് പറഞ്ഞ സംഘാടകർ ട്രോഫി എത്തിച്ചത് പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയ സ്കൂളിലേക്ക്. എന്താണ് ഈ തിരിമറിക്ക് പിന്നിലെ കാരണമെന്നന്വേഷിച്ച് സ്കൂളിലെ PTA അംഗങ്ങളടക്കം പരാതി നൽകി. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ഗവൺമെന്റ് UP സ്കൂളിന് തന്നെയാണ് 2ാം സ്ഥാനം. രണ്ടാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഗേൾസ് UP സ്കൂളും അതുപോലെ തന്നെ സെൻറ്റ് ആൻ്റണീസ് HSS കച്ചേരിപ്പടിയുമാണ്. എന്നാൽ നിലവിൽ ഈ രണ്ട് സ്കൂളുകളിലും അല്ല ഇന്ന് ട്രോഫി നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്തിൻ്റെ ട്രോഫി ഇന്ന് നിലവിൽ നിൽക്കുന്നത് മൂന്നാമതായി ഒരു 5ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന മറ്റൊരു സ്കൂളിലാണ് ഈ ട്രോഫി ഇന്നും നിലനിൽക്കുന്നത്. പൂർണ്ണമായും നീതിയെ ഉൾക്കൊള്ളുന്ന ഒരു സമ്മാനദാനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. വിഷയം എറണാകുളം AEOടക്കം പറഞ്ഞുവെങ്കിലും പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്നാണ് AEO വാക്ക് നൽകിയത്. പുറത്താരോടും ഇത് പറയരുതെന്നും AEO അഭ്യർത്ഥിച്ചു. മാസം 2 കഴിഞ്ഞിട്ടും AEO പറഞ്ഞ വാക്ക് പാലിക്കാത്തതോടെയാണ് PTA പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തങ്ങളുടെ മക്കൾ വലിയ സങ്കടത്തിലാണെന്ന് രക്ഷിതാക്കൾ. പിള്ളേർക്ക് നല്ല വിഷമമുണ്ട്. അവിടെ നിന്ന് ട്രോഫി കൈ കിട്ടാത്തത് കൊണ്ട് എൻ്റെ മോളൊക്കെ അവിടെ നിന്ന് വിങ്ങി പൊട്ടുമായിരുന്നു. ട്രോഫി കൈ കിട്ടാഞ്ഞിട്ട് എൻ്റെ മോളൊക്കെ അവിടെ നിന്ന് കരഞ്ഞ വ്യക്തിയാണ്. എന്നിട്ട് സ്കൂളിൽ വന്നിട്ടും എന്ന് നമുക്കത് കിട്ടും എന്ന് ചോദിച്ച് നടക്കുകയാണ് ഇപ്പോഴും. കുട്ടികൾക്ക് നീതി ലഭിക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഏതറ്റം വരെയും പോകാനാണ് ഇവരുടെ തീരുമാനം. ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെന്ന് വെച്ചാൽ പണക്കൊഴുപ്പിൻ്റെ ഇതിലല്ലാതെ അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ടാണ് അവരത് നേടിയെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവകാശപ്പെട്ട ഒരു സ്ഥാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരമുണ്ടാകേണ്ട കലാവേദി അനാരോഗ്യ തലത്തിലേക്ക് എത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കഷ്ടപ്പെട്ട് നേടിയ ട്രോഫി നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ഈ കുട്ടികളാകെ. നീതി നിഷേധിക്കപ്പെട്ടുവെന്ന ഉറച്ച ബോധ്യത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഉദ്യോഗസ്ഥരാണ്. VS രാഹുലിനൊപ്പം S ശ്യാംകുമാർ, 24, കൊച്ചി.